ഹായ് നമസ്കാരം, പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലൂടെ ഞാൻ അയർലൻഡ് സംബന്ധമായിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളും അതുപോലെ ഇപ്പോൾ അയർലൻഡ് റിക്രൂട്ട്മെൻറ്റ് ഹെൽത്ത് കെയറിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോകൾ, ഇതിപ്പോൾ HSIയുടെയും പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെയും നേഴ്സിംഗ് ഹോമിൻ്റെയൊക്കെ റിക്രൂട്ട്മെൻറ്റ് അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യാറുണ്ട്. അതിന് പ്രകാരം ധാരാളം എൻക്വയറികൾ വരാറുണ്ട്. അതിൽ കൂടുതൽ പേർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏജൻസീസിനെ എങ്ങനെ കണ്ടുപിടിക്കാം. കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട്, എല്ലാവർക്കും തന്നെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഈ ടോപ്പിക്കിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓൺലൈനിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ, അതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഒക്കെ ഇത് സംബന്ധമായിട്ടുള്ള വീഡിയോകൾ കാണുമ്പോൾ നമ്മളത് സ്വാഭാവികമായിട്ട് അതേക്കുറിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്യാറ്. ഏജൻസിനെ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർ ആദ്യം തന്നെ നമ്മളോട് ക്യാഷാണ് ചോദിക്കുന്നത്. കാരണം നിങ്ങളുടെ എക്സ്പീരിയൻസ് വിഷയമുള്ള കാര്യങ്ങളൊന്നും അവർക്ക് വിഷയമല്ല. അവർക്ക് ഇത്ര രൂപയാകും റിക്രൂട്ട്മെൻറ്റിന്, HSIയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്, അപ്പോൾ അതിനിങ്ങനെ എത്ര ക്യാഷ് മേടിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. ഞാൻ ചെയ്യുന്ന വീഡിയോയിലൊക്കെ ഞാൻ പറയാറുണ്ട്. കാരണം HSIയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ടോട്ടലി ഫ്രീ ആണ്. നമുക്ക് ഒരു രൂപ പോലും ചിലവ് വരുന്നില്ല. നമുക്കുള്ള സർവീസ് ചാർജ് പോലും HSI ആണ് ഈ ഏജൻസിക്ക് കൊടുക്കുന്നത്. അപ്പോൾ അയർലൻഡിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏജൻസികളുണ്ട്. ഞാൻ നമ്മുടെ ചാനലിലൂടെ വിവിധ ഏജൻസികളെ പരിചയപ്പെടുത്തിയിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. HSIയുടെ റിക്രൂട്ട്മെൻറ്റുകൾ ടോട്ടലി ഫ്രീ ആണ്. നമുക്ക് യാതൊരു രൂപ പോലും മുടക്ക് വരുന്നില്ല. അതുപോലെ തന്നെ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ഫ്രീ റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട്. ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ഈ നേഴ്സിംഗ് ഹോമുകളൊക്കെയാണ് ഈ റിക്രൂട്ട്മെൻറ്റിന് ക്യാഷ് വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെയുള്ള നേഴ്സിംഗ് ഹോമിലേക്കൊക്കെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, ഇപ്പം നിങ്ങളുടെ റിലേറ്റീവ്സ് അതല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഇവിടെ അയർലൻഡിൽ കാണും. ഇങ്ങനെ ഇപ്പോൾ ഇവിടെയുള്ള അവരോട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. റിക്രൂട്ട്മെൻറ്റിലോടത്തെല്ലാം റിക്രൂട്ട്മെൻറ്റ് തട്ടിപ്പുണ്ടല്ലോ. അപ്പോൾ അത് അയർലൻഡിൽ മാത്രമല്ല ഏത് രാജ്യത്തും ഈ തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എന്തൊക്കെയൊന്നും ചെന്ന് വിടാതിരിക്കും. ഇങ്ങനെയുള്ള ആദ്യം തന്നെ ക്യാഷ് ചോദിക്കുന്ന സംഭവങ്ങൾ തന്നെ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇനി അതല്ല നിങ്ങൾക്ക് അതിൽ പോകാനായിട്ട് അത്ര ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രം ഈ കാര്യങ്ങൾ പോകട്ടെ. എൻ്റെ ചാനലിൽ ഞാൻ ഈ ട്രസ്റ്റഡ് ഏജൻസികളുടെ റിക്രൂട്ട്മെൻറ്റ് അപ്ഡേറ്റിൻ്റെ വാർത്തകളും അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഈ നഴ്സിംഗ് ഹോമിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ ഒക്കെ നടന്നത് എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന അത്ര ഉറപ്പുള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ ചെയ്യുന്നതല്ല. എൻ്റെ ചാനൽ കാണുന്നവർക്ക് ഇപ്പം ഞാൻ ഇടുന്ന വീഡിയോസ് കൊണ്ട് ഇൻഫർമേഷൻ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെയുള്ള ചെയ്യുന്നത്. അല്ലാതെ യാതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ലെന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളൊരു റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം പരിചയമില്ലാത്ത ഏജൻസികളിലേക്കൊക്കെയുള്ള റിക്രൂട്ട്മെൻറ്റുകളിലേക്കൊക്കെ ചെല്ലുക. കാരണം നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇപ്പം ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും അവിടെയായാലും ഇവിടെയായാലും ഒക്കെ നമുക്ക് അവിടത്തേക്ക് HSI റിക്രൂട്ട്മെൻറ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞേക്കുള്ള ശരിയായ രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റുകൾ ഇതുവരെ ഇവിടെ നടക്കുന്നില്ല. ഇവിടെ ഇൻ്റർനാഷണൽ ഓവർസീസ് നേഴ്സസിൻ്റെ റിക്രൂട്ട്മെൻറ്റുകളാണ് ഇതുവരെ, അതും എക്സ്പീരിയൻസ് ഉള്ള നേഴ്സസിൻ്റെ റിക്രൂട്ട്മെൻറ്റുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിയായ രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റുകൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഈ പുതുവർഷത്തിൽ പുതിയ റിക്രൂട്ട്മെൻറ്റുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഹെൽത്ത് കെയർ അല്ല, ഏത് റിക്രൂട്ട്മെൻ്റ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ ആ ഏജൻസിയുടെ അത് ഇപ്പോൾ റിക്രൂട്ടറുടെയും റിക്രൂട്ട്മെൻറ്റിൻ്റെയും ഒക്കെ ആ ഒരു വിശ്വാസ്യത ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം തുടർ നടപടികളിലേക്ക് കിടക്കും. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള സംശയങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉപകാരപ്രദമായ ടോപ്പിക്കുകളെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ.